ഉപാസിക്കുന്ന സമയത്ത് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് എനിക്ക് നോൺ വെജ് കഴിക്കാമോ, എനിക്ക് കുടുംബപരമായി ജീവിക്കാമോ, ഉപാസന ചെയ്താൽ ഇതൊക്കെ ദോഷമാണോ? ഉപാസനയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിനെ ഏകാഗ്രമാക്കുകയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. നോൺ വെജ് കഴിക്കുന്നതിനകത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് വേറെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. സാത്വികമായ മാർഗം സ്വീകരിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ക്രമേണയായിട്ട് ഈ നോൺ വെജ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ചേരാത്ത ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കാൻ പറയുന്നു. നിങ്ങൾ സംഗതിയില്ല, അതവിടെ നടക്കേണ്ടതായിരുന്നു, അതവിടെ നടന്നു, അങ്ങനെ നിങ്ങളുടെ മനസ്സെത്തുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ വരുന്നില്ല. ഇല്ലാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോഴാണ് ഇതിനെന്ത് പരിഹാരം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ജ്യോത്സ്യനെ കാണാൻ പോകുന്നത്. അപ്പോൾ ജ്യോത്സ്യൻ കവടിയൊക്കെ നിരത്തിയിട്ട് കിട്ടിയേക്കുന്ന രാശി ഇതാണ്, ശരിയാണ്, വ്യാഴം 12 പോയി, ഈശ്വരാധീനമില്ല, അപ്പോൾ നിങ്ങൾ ചെയ്തത് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അയാളുടെ മനസ്സിലേക്ക് ഇയാളങ്ങ് യോജിച്ച് കയറുകയാണ് ചെയ്യണത്. ശരിയാ, ഈ നിങ്ങളുടെ പ്രശ്നങ്ങളാണ്, അപ്പോൾ നമുക്കിത് മാറ്റാനായിട്ടൊരു കാര്യം. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ദൈവജ്ഞൻ എന്ന് പറയുന്ന ആളാരാണ്? ദൈവജ്ഞൻ എന്ന് പറയുന്ന ആള് അങ്ങ് പറഞ്ഞ പോലെ 95% കൊമേഴ്സ്യലായിട്ട് എന്നെ കാണാൻ ആളുകൾ വരട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയുള്ളത് ചെയ്യുന്ന ആളുകളാണെങ്കിൽ കൂടുതലെങ്കിലും കുറച്ച് ആളുകൾ ഇതിനെ ഒരു സന്യാസ ഭാവേന എടുത്തിട്ടുണ്ട്. ഇതൊരു ശാസ്ത്രമാണ്. ഈ ജ്യോതിഷം എന്ന് പറയുന്നത് വേദത്തിൻ്റെ ചക്ഷുവായിട്ടാണ് പറയുന്നത്. വേദസ്യ ചക്ഷു, അതാണ് ശരിക്ക് ജ്യോതിഷം പറയുന്നത്. അതിനൊരു ജീവിതചര്യയുണ്ട്. ആ ജീവിതചര്യ നിത്യേന രാവിലെ കുളിച്ച് തൻ്റെ ഉപാസനാമൂർത്തി, നമ്മൾ ആദ്യം പറഞ്ഞ ഉപാസനാമൂർത്തിയെ നന്നായിട്ട് പ്രാർത്ഥിച്ച് തനിക്കിന്ന് എന്തെങ്കിലുമൊക്കെ ആളുകളോട് പറയുമെങ്കിൽ അത് ഈ ഉപാസനാമൂർത്തിയായിട്ട് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഈ വരുന്നതെന്ന് വിചാരിച്ച് 9 ഗ്രഹങ്ങളെയും പൂജിച്ച് അതിൽ ഈ രാശി പലകയിൽ രാശിയൊക്കെ പൂജിച്ച് മേടം മുതൽ മീനം വരെയുള്ള രാശികളെയൊക്കെ പൂജിച്ച് യഥാതരത്തിൽ നമ്മളുടെ ദേവനെയൊക്കെ പൂജിച്ച് മനസ്സ് വളരെ ഒരു ഓപ്പണായിട്ട് വെച്ചിരിക്കുന്ന ഒരാളുടെ അടുത്തേക്കാണ് താങ്കൾ ഈ പ്രശ്നമായിട്ട് ചെല്ലുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ശരിയാണല്ലോ, നിങ്ങൾക്ക് അതൊരു പ്രശ്നം പറ്റിയിട്ടുണ്ടല്ലോ, അപ്പോൾ നിങ്ങളുമായിട്ട് അയാൾ അവിടെ താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇദ്ദേഹം ഇത് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എനിക്ക് അതിനൊരു പരിഹാരവുമാവും. എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷ്ണു പൂജ കഴിക്കൂ. എല്ലാം വിഷ്ണുമയമാണല്ലോ, വിഷ്ണുമയം ജഗത് എന്നാണ് പറയുക. വിശ്വത്തിൻ്റെയും അണുവാണ് വിഷ്ണു, വിശ്വമാണ്. അപ്പോൾ സർവം വിഷ്ണുമയ, ആ ഇറുമ്പിൻ്റെ ആത്മാവും വിഷ്ണുവിലേക്ക് ലയിച്ചിട്ടുണ്ട്. നമ്മളാൽ പറ്റിപ്പോയ ഒരു ഇതായതുകൊണ്ട് നിങ്ങളൊരു വിഷ്ണുവിൻ്റെ പൂജയും കഴിച്ച് ഒരു പാൽപ്പായസം നേരിച്ച് ഒരു 10 കുട്ടികൾക്ക് ആ പാൽപ്പായസം അങ്ങോട്ട് കൊടുക്കും. ആ പാപം അങ്ങോട്ട് പോയി കിട്ടും. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സ് വളരെ സന്തോഷമായി, ക്ലിയറായി. എന്നെക്കാട്ടിൽ അറിവുള്ള നല്ല ജ്യോതിഷം കൈകാര്യം ചെയ്യുന്ന നല്ലൊരു വ്യക്തിയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ എൻ്റെ പാപം അവിടെ തീർന്നു, എനിക്ക് ഇനി ഇങ്ങനത്തെ വിഷയങ്ങളില്ല. ആ ചിന്ത അയാളുടെ അവിടെ തീർന്നു, ആ ചിന്ത അവിടെ നിന്ന് പോയി കിട്ടി. എന്ത് തടസ്സം വന്നാലും ഞാൻ ഇതിനെ കൊന്നുകൊണ്ടാണ് എന്നുള്ള ഒരു ചിന്ത അവിടെ നിന്ന് അങ്ങ് പോയി കിട്ടി. അതൊരു റെമഡിയാണ്, അതൊരു മെഡിറ്റേഷനാണ്. അത് പറയാനുള്ള കഴിവാണ് ഇദ്ദേഹത്തിന് തോന്നിച്ചത്, ജ്യോതിഷന് തോന്നിച്ചത്. അതും ചിന്തയാണ്, ഇയാളുടെ ഇതും ചിന്തയാണ്. അപ്പം ചിന്തകൾ തമ്മിലുള്ള ഒരു കണക്ഷനാണ് അവിടെ വരുന്നത്. ഈ കണക്ഷനിൽ നിന്ന് തന്നെയാണ് മറ്റേയാളുടെ ചിന്ത മാറിയതും നല്ലൊരവസ്ഥയിലേക്ക് എത്തിയതും. ആ നല്ല അവസ്ഥയിലേക്ക് എത്തിക്കലാണ് ദൈവജ്ഞൻ എന്ന് പറയുന്ന ആളിൻ്റെ കർമ്മം. അയാൾ പിന്നെ ഇയാളെ വഴിയിൽ വെച്ച് കാണുകയാണ്, എൻ്റെ തിരുമേനി അന്നത്തെ കാര്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. ഇതാണ് ഇയാൾക്ക് കിട്ടുന്ന ഉപാസനാമൂർത്തിയുടെ അനുഗ്രഹം. ഇയാൾ അപ്പോഴും ഉപാസനാമൂർത്തിയാണ് വിചാരിക്കുന്നത്, ഓ ദൈവം എനിക്ക് ഗണപതി തന്നതാണ്. അതാണ് അതിൻ്റെ ഒരു ഇത്, ചിന്തയാണല്ല. ഇനി ഇതിൽ വേറെ ഒരു ഭയങ്കര പ്രശ്നമായിട്ടുള്ളൊരു ചിന്തയുണ്ട്. ഇങ്ങനെ ഇതായി, അപ്പോൾ നമ്മളങ്ങ് ശിവനായി മാറി, അല്ലെങ്കിൽ വിഷ്ണുവായിട്ട് മാറി, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള പ്രേതം എന്നൊക്കെയുള്ള ഇതിലേക്ക് എന്നെ ആക്കുക. ശരിക്കും അതൊരു സൈക്കോളജിക്കലായിട്ടുള്ള പ്രോബ്ലമാണ്, പാരാസൈക്കിക് ആയിട്ടുള്ള പ്രശ്നമാണ്. ഒരിക്കലും നമ്മൾ ശിവനെയോ വിഷ്ണുവിനെയോ ഒക്കെ ഫോട്ടോകളിലും നമ്മുടെ ബിംബങ്ങളിലുമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ സ്വയമേവ ആ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഞാൻ അതാണ് എന്ന് ചിന്തിക്കുന്നത് കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ മോഹൻലാൽ എന്ന് പറയുന്ന ആളുടെ ഡ്യൂപ്പുണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ, നമ്മളൊക്കെ വളരെ ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാൾ. അദ്ദേഹത്തെ അനുകരിക്കാൻ ഒരുപാട് മിമിക്രി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, മിമിക്രി ചെയ്യുന്നത്. അദ്ദേഹത്തെ അനുകരിക്കുന്നുണ്ട്. മോഹൻലാലിൻ്റെ അതേ നടത്തം, അതേ ഡ്രസ്സ്, അതേ രീതിയിൽ നടന്നു പോകുമ്പോൾ മോഹൻലാലാണ് നമുക്ക് ദൂരെയുള്ളൊരു കാഴ്ചയിൽ തോന്നാറുണ്ട്. എന്ന് പറയുന്ന പോലെയാണ് ഈ ശിവൻ്റെ വേഷം കെട്ടി വിഷ്ണുവിൻ്റെ വേഷം കെട്ടി നമ്മൾ കാണുന്ന ഫോട്ടോയിൽ ഇത് കെട്ടിയിട്ട് ഇത് ചെയ്യുന്നത്. അതും ഒരു വിശ്വാസമാണെന്ന് പറയുമ്പോൾ ആ വിശ്വാസം ഞാൻ ഈ പറഞ്ഞ ചിന്തകളുടെ ഒരു ഭ്രാന്തമായ ചിന്തകളാണ്. ഞാൻ അതാണ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അതിന് ചികിത്സ വേണം, മറ്റേതിന് ചികിത്സ ആവശ്യമില്ല. ആദ്യം ഈ ദൈവത്തിനെ പോയി കണ്ട ആൾക്കുള്ള ഷോർട്ട് ട്രീറ്റ്മെൻറ്റാണ് ദൈവത്തിന് തന്നെ കൊടുത്തത്. മറ്റേതിനാണ് നമ്മൾ ചികിത്സ വേണം. ഇതൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് ആളുകൾ പറയുന്നത്, ഇതിൻ്റെ പുറത്ത് നിൽക്കുന്നവർ പറയുന്നത് ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന് പറയാനുള്ള കാരണം അതാണ്. പക്ഷേ ശരിയാണ് താങ്കൾ പറഞ്ഞതിനകത്ത് ഈ ഓതൻറ്റിസിറ്റി ഉണ്ട്. അതായത് ഈ പല കാര്യങ്ങളും
ഉപാസനയ്ക്ക് അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന ആൾക്കാർ കാണുന്ന രീതികൾ വ്യത്യസ്തമാണ്. ഇപ്പൊ നമ്മൾ കാണുന്ന ഈശ്വര സങ്കല്പം, നമ്മൾ കാണുന്ന ഈശ്വര രൂപമല്ല യഥാർത്ഥത്തിലുള്ളത് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെറുതിലെ മുതലേ കാണുന്ന കുറച്ച് രൂപങ്ങളുണ്ട്. ഗണപതി ഇതാണ്, മഹാദേവൻ ഇതാണ്, ശ്രീകൃഷ്ണൻ ഇതാണ്, ഗുരുവായൂരപ്പൻ ഇതാണ്. എല്ലാം യൂണിവേഴ്സൽ എനർജിയുടെ ഒരു ഭാഗമാണ്. നമ്മളും യൂണിവേഴ്സൽ എനർജിയുടെ ഒരു ഭാഗമാണ് അല്ലെ. ആ യൂണിവേഴ്സൽ എനർജിയുടെ ഭാഗമായി നിൽക്കുന്ന സമയങ്ങളിൽ നമ്മൾ സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ ഉപാസിക്കുന്ന സമയത്ത് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് എനിക്ക് നോൺ വെജ് കഴിക്കാമോ, എനിക്ക് കുടുംബപരമായി ജീവിക്കാമോ, ഉപാസന ചെയ്താൽ ഇതൊക്കെ ദോഷമാണോ, ഇങ്ങനെ കുറേ നമുക്ക് അറിയാത്തതും അറിയാൻ ശ്രമിച്ചാൽ പല രീതിയിലും കൺഫ്യൂഷൻസ് ആക്കുന്നതുമായിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പം താങ്കൾ പറയാണ് താങ്കൾ ഉപാസിച്ചോളൂ. ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്, സാർ എനിക്ക് ഉപാസന ചെയ്യാമോ? അപ്പോൾ താങ്കളോട് പ്രദീപ് തീർച്ചയായിട്ടും ഉപാസിച്ചോളൂ, ഉപാസന എല്ലാവർക്കും ഉള്ളതാണ്, പക്ഷേ നോൺ വെജ് കഴിക്കാൻ പാടില്ല. അപ്പോൾ എനിക്ക് അവിടെ ഒരു റെസ്ട്രിക്ഷൻ വന്നു. വേറൊരാളോട് ഞാൻ ചോദിക്കുമ്പോൾ പുള്ളി പറയും എല്ലാം ചാക്രിയമാണ്, നിങ്ങൾക്ക് എന്തും കഴിക്കാം, പക്ഷെ നിങ്ങൾ ഉപാസിക്കുന്നത് ആരെയാണ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനെയുള്ള കുറേ ഡൗട്ട്സ് ഉണ്ട്. ഒന്ന് ക്ലിയർ ചെയ്യാമോ? അതായത് ഉപാസനയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിനെ ഏകാഗ്രമാക്കുകയാണ് പ്രധാനമായിട്ട് ചെയ്യുക. അതെ, ഏകാഗ്രമാക്കിയിട്ട് ഈ ഗുരുനാഥൻ ഉപദേശിച്ച് തന്ന ആ രൂപത്തിലുള്ള ഒരു ദേവനെ നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ് അല്ലേ. ഇപ്പം ശിവൻ എന്ന് പറയുമ്പോൾ ശിവന് അനവധി രൂപങ്ങളുണ്ട്. അപ്പോൾ അനവധി രൂപത്തിൽ ഇപ്പോൾ നിങ്ങളോട് ഗണപതി തന്നെ, നമുക്ക് ഗണപതി തന്നെ എടുക്കാം, അതാണ് എളുപ്പം പറയാനായിട്ട്. ഗണപതിക്ക് ഒരുപാട് അനവധി രൂപങ്ങളുണ്ട്. ഗണപതിക്ക് ഇഷ്ടംപോലെ രൂപങ്ങൾ, 32 രൂപങ്ങളുണ്ട്. ആ രൂപങ്ങളിൽ നിങ്ങളോട് സാധാരണ ഒരു വിഘ്നേശ്വരനായിട്ടുള്ള ഒരു ഗണപതിയുടെ രൂപമാണ്, കയ്യിൽ ലഡ്ഡുവൊക്കെ വെച്ചിട്ടിരിക്കുന്ന ഒരു ഇതാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്താലും ഈ ഗണപതിയാണ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നതെന്നിരിക്കട്ടെ. ഇത് നിങ്ങളുടെ മനസ്സിൻ്റെ കോൺസെൻട്രേഷനാണ്, ശ്രദ്ധയാണ്. നിങ്ങൾക്ക് ക്രമേണ നമ്മൾ കൂടുതൽ നോൺ വെജ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് പ്രശ്നമാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. സത്യമായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞാൽ, നോൺ വെജ് കഴിക്കുന്നതിനകത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് വേറെ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഞാൻ ആദ്യം ഇതിനിടയിൽ പറഞ്ഞൊരു സ്വേദജം എന്ന് പറഞ്ഞൊരു ജന്മമാണ് സസ്യം. അതെ. അപ്പം നമ്മൾ നെല്ല് കഴിക്കുന്നത് ജഡമല്ലേ? നെല്ല് കഴിക്കുന്നത് ജഡമാണ്, അരി കഴിക്കുന്നത് ജഡമാണ്, ഗോതമ്പ് കഴിക്കുന്നത് ജഡമാണ്. പക്ഷെ അത് സസ്യാഹാരത്തിലല്ലേ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്? സസ്യാഹാരം എന്താ ജഡമല്ലേ? ഇത് ജന്മമാണ്. അതെ, ജീവനല്ലേ? അതെ, ജീവനുള്ളത് തന്നെ അല്ലേ? അതെ. അപ്പൊ ആ ജീവനുള്ളതിനെയാണ്, അത് നമുക്ക് ഏറ്റവും യോജ്യമാണ്, നമ്മുടെ ശരീരത്തിന് യോജ്യമാണ്. അതുകൊണ്ട് നമുക്കത് ആഹരിക്കാം. നിത്യേന നോൺ വെജ് കഴിക്കുക എന്ന് പറയുമ്പോൾ ബ്ലഡ് എവിടെ നിന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ബ്ലഡ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫുഡിൽ നിന്നാണ്, ഭക്ഷണത്തിൽ നിന്നാണ്. കൃത്യമായിട്ടും നിങ്ങൾ കഴിക്കുന്നത് നോൺ വെജ് ഫുഡ് ആണെങ്കിൽ നിങ്ങളുടെ രക്തത്തിൽ എപ്പോഴും തിളപ്പ് ഇത് കൂടുതലായിരിക്കും. അതാണ് സാത്വികമായ മാർഗം സ്വീകരിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ ക്രമേണയായിട്ട് ഈ നോൺ വെജ് ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ചേരാത്ത ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കാൻ പറയുന്നത്. ഉപേക്ഷിക്കൽ ഒരു വലിയ മനസ്സിൻ്റെ ഇതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു ഉപാസനയെ കൂടി ചെന്ന് നമുക്കൊരു സന്യാസം അല്ലെങ്കിൽ ഇതിലേക്ക് നമ്മൾക്ക് എത്തിപ്പെടണം, അല്ലെങ്കിൽ ഒരു ഉപാസന അങ്ങനെ ആവണം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ത്യജിക്കാൻ തയ്യാറാവണം. അതെ, അതെ. പല കാര്യങ്ങളും ത്യജിക്കാൻ തയ്യാറാവണം, വേണ്ട എന്ന് വെക്കാൻ തയ്യാറാവണം. അത് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫുഡാണെങ്കിൽ അത് ഫുഡ് നിങ്ങൾ ത്യജിക്കുമ്പോഴാണ് ഇതിന് ശക്തി കൂടുന്നത്, ഈ ഉപാസനയ്ക്ക് ശക്തി കൂടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപാസിക്കുന്നതിന് നോൺ വെജോ ഒന്നും പ്രശ്നമല്ല. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എത്ര കണ്ട് ഇതിന് ശക്തമായിട്ട് നിങ്ങളെ ആരാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. കുറേശ്ശെ നിങ്ങളിത് മറ്റേത് കുറച്ച് കൊണ്ടുവരും തോറും നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾ പ്ലസൻ്റായി മാറിക്കൊണ്ടിരിക്കും. നമ്മളൊക്കെ ശരീരത്തിന് അനുയോജ്യമായ ഭക്ഷണം കഴിക്കുമ്പോൾ അതിനുള്ള വ്യത്യാസം നമുക്കത് കാണാൻ സാധിക്കും എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ. ഞാനിപ്പോൾ 47 വയസ്സായി, ഇന്ന് വരെ ഞാൻ നോൺ വെജ് കഴിച്ചിട്ടില്ല, ഡ്രിങ്ക്സ് കഴിച്ചിട്ടില്ല, സിഗരറ്റ് വലിച്ചിട്ടില്ല, ബീഡി വലിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ഗുണങ്ങൾ എന്താ വെച്ചാൽ എനിക്ക് സാത്വികമായി ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. എൻ്റെ ചിന്തകളിൽ സാത്വികതയാണ് കൂടുതലും. ആ സാത്വികതമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെ പ്രധാന കാരണം ബ്ലഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഉപാസകനെ സംബന്ധിച്ചിടത്തോളം അവൻ ആവശ്യമുള്ളത് സാത്വികമായിരിക്കുന്ന മനസ്സാണ്. ആ മനസ്സിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോൾ ഗുരുനാഥൻ പറയണം നാളെ മുതൽ കഴിക്കേണ്ടതെന്ന് പറയുമ്പോൾ നമ്മളിലത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവും, ബയോളജിക്കലായിട്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പോൾ അത് പറ്റില്ല. ഗ്രാജുവലി നിങ്ങൾ ആ ഗുരുവിനെ അങ്ങ് ഫോളോ ചെയ്യുക. ഗുരു ഇത് കഴിക്കാത്ത ആളായിരിക്കാം. പിന്നെ ചില ആചാര്യന്മാർ പറയുന്നുണ്ട് ഇതൊന്നും വിഷയമല്ല, ഭക്ഷണമൊന്നുമല്ല വിഷയം, ചില നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ് വിഷയം. നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾക്ക് ക്രോഡീകരിക്കാൻ പറ്റുമെങ്കിൽ എന്തും കഴിക്കാം, അങ്ങനെയും വിഷയമല്ല.
അപ്പോൾ ചിന്തകൾക്കാണ് പ്രധാനം. ഇപ്പോൾ അഘോരികൾ എന്ന് പറയുന്ന ആളുകൾ, അതെ അതെ അവർക്ക് തലയോട്ടിയിലൊക്കെ അവർ വെള്ളം കുടിക്കാറുണ്ട്, അതെ. അഘോരി ബാബകൾ. നമ്മളെ കണ്ടാൽ ശ്രദ്ധിക്കുക പോലുമില്ല. നമ്മളോട് കണ്ടാലൊക്കെ അവർക്ക് തോന്നുകയാണെങ്കിൽ മാത്രമേ നമ്മളെ ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ തെറ്റല്ലേ? അങ്ങനെ തെറ്റെന്ന് പറഞ്ഞ സംഗതി, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, തെറ്റെന്ന് പറഞ്ഞ സംഗതി ഇല്ല, നമ്മളെ വിവക്ഷയാണ്. പക്ഷേ നമ്മൾ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യണം, നമുക്ക് കുറച്ചും കൂടി നന്നാവണം, നമുക്ക് കുറച്ചും കൂടി നമ്മുടെ മനസ്സിലേക്ക് ഇത് വരണമെങ്കിൽ സസ്യാഹാരമാണ് നമുക്ക് നല്ലത്. കാരണം ഭൂമിയിലെ ഏറ്റവും വലിയ മൃഗമായ ആന പോലും സസ്യമാണ് കഴിക്കുന്നത്. ഏറ്റവും വലിയ മൃഗമാണ്. നിങ്ങൾ മൃഗങ്ങളെ നോക്കിക്കോളൂ. മൃഗങ്ങൾ എങ്ങനെയാണോ ഈ ഒരു 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 പ്രകൃതിയിൽ ജീവിക്കുന്നത്, ആ രീതിയിലേക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവൻ ഒരിക്കലും അവൻ്റെ ആഹാരം വിട്ട് വേറെ ആഹാരം കഴിക്കില്ല. സിംഹമാണെങ്കിൽ അവൻ്റെ ആഹാരം വിട്ട് വേറൊരു ആഹാര രീതി അവനില്ല. അടിച്ചു കൊന്ന് അവൻ ആ വിശപ്പ് വരുമ്പോൾ അടിച്ചു കൊന്ന് ആ ചൂടോടുകൂടിയുള്ള മാംസം കഴിക്കും. മനുഷ്യൻ കഴിക്കുന്നതോ ഈ മാംസത്തെ കൊണ്ടുവച്ച് നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് അത് പിന്നെ ഈ മസാലകളൊക്കെ ചേർത്ത് 2 ദിവസം പിന്നെയും കഴിഞ്ഞ് അതിനെ പിന്നെയും വേവിച്ച് അതിൽ വീണ്ടും വൈറസുകൾ വന്ന് അങ്ങനെ. അതാണ് ഞാൻ പറയുന്നത്, ഈ ഭക്ഷണത്തിലേക്ക് നമുക്ക് കൂടുതൽ നമ്മുടെ ശരീരത്തിന് ഓപ്പോസിറ്റായിട്ടുള്ള റിയാക്ഷൻസ് വരാറുണ്ട്. അതാണ് കൽക്കി എന്നൊക്കെ പറയുന്നത്. അതാണ് നമ്മളിപ്പോൾ പറയുന്നത്. നമ്മുടെ ചിന്തകൾ വളരെ തേജാണ്, വളരെ ഭയങ്കര ഷാർപ്പായിട്ടുള്ള ചിന്തയാണ്. കൊല്ലണം, വെട്ടണം, ഇതെങ്ങനെ വരുന്നത് ബേസിക് ആയിട്ട് ഇങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ്. പിന്നെ കർമ്മവും ഉണ്ട്. അപ്പം അതുകൊണ്ട് താങ്കൾ ഒരു ഉപാസകനാണ്, അല്ലെങ്കിൽ ഏതൊരാളും ഉപാസകനാവണമെങ്കിൽ ജീവിതത്തിൽ ചില നിഷ്ഠകൾ പാലിച്ചാൽ നല്ലതാണ്. പക്ഷെ ഞാൻ പറയണത് തന്നെ ശരിയാണെന്നല്ല ഞാൻ പറയണത്. പക്ഷെ എങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മളുടെ മനസ്സിനെയും ഗുണം ഉണ്ട് എന്നുള്ളത് എൻ്റെ ജീവിതം വെച്ച് ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതിനകത്ത് ഒരുപാട് വാല്യുബിൾ പോയിന്റ്സ് ഉണ്ട്. അതായത് ത്യജിച്ചാൽ മാത്രമേ നമുക്ക് ഉപാസന ശരിയാവും. അപ്പോൾ പൂർണ്ണമായിട്ടും ഈ ഉപാസനയെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർ തേടിപ്പോവുക, നല്ല ഗുരുക്കന്മാരെ അവരുടെ കർമ്മയോഗം അനുസരിച്ച് കിട്ടട്ടെ. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും നമ്മൾ ത്യജിക്കുമ്പോൾ കിട്ടുന്ന ഉപാസനയുടെ ശക്തി വളരെ വലുത് തന്നെയാണ്. നോൺ വെജ് കഴിക്കുന്നുണ്ടോ കഴിക്കുന്നില്ല കാര്യം. പിന്നെ ഒരു ബേസിക് ഫാക്ട് താങ്കൾ പറഞ്ഞതുപോലെ നമ്മുടെ ബ്ലഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന സാത്വിക ചിന്താരീതികൾ നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.